അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു 4 വരിയുള്ള സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ഓതാ മനസ്സുണ്ടെങ്കിൽ ഓത്. നിനക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം നിന്റെ 50 വർഷത്തെ പാപം അള്ളാഹു പുറത്തു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഒരു 4-5 വരിയുള്ള ഒരു ചെറിയൊരു സൂറത്ത്. ആ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാ കിട്ടുന്ന പ്രതിഫലം 50 കൊല്ലത്തെ പാപം അള്ളാഹു പുറത്തുതരുമാറാകട്ടെ. 50 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കപ്പാ, കാണാനുള്ള അതിനുണ്ടാ. അപ്പൊ ബാക്കിയുള്ളവർക്കൊന്നും 50 ആയിട്ടില്ല. അപ്പൊ നമ്മക്കൊക്കെ ഇനി കടവാ. ഈ സൂറത്ത് ഓതി നമുക്ക് ഇനിയും കടാ. അള്ളാഹു നമുക്കൊക്കെ ആ സൂറത്ത് ഓതി ദുആ ചെയ്തിട്ട് പിരിയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, എനിക്ക് തന്നിരിക്കുന്ന വിഷയം ഈ കാണുന്ന ചിരിയൊന്നും വിഷയത്തിൽ തുടങ്ങിയാൽ കാണൂല. കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. എന്നെ കൊണ്ടെന്നല്ല, ഒരു മനുഷ്യനെ കൊണ്ടും കഴിയില്ല. കാരണം അതങ്ങനെ കരയാതെ ഒരു മനുഷ്യനും പ്രവാചകന്റെ വഫാത്ത് പറയാൻ കഴിയില്ല. നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അപ്പൊ എന്താവുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അള്ളാഹ് കുറച്ചൊരു മണിക്കൂർ കുറച്ച് നല്ലത് പറയാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതപ്പൊ എല്ലാരും അവിടെ നിൽക്കണേ. സംഘാടകരാ കഴുത്തിലൊരു കിതാബം തൂക്കിയിട്ടിട്ടുണ്ട്. ഇരിക്കു ചങ്ങായിമാരെ, നിങ്ങളാവാത് കേൾക്കണ്ടേ. ഇത് നാഷണൽ ഹൈവേ എന്നല്ലല്ലോ നിയന്ത്രിക്കാൻ. സംഘാടകർ വയൽ നടത്തിയിട്ട് അവരോട് ചോദിച്ചാൽ പറയും, വയൽ നമ്മൾ കേട്ടില്ല, നമ്മൾ തിരക്കിലായിരുന്നില്ലേ. പിന്നെ ആർക്ക് വേണ്ടി ഇത് വെച്ചിരിക്കണേ? വയൽ കേൾക്കേണ്ടത് സംഘാടകരാ. ആദ്യം നന്നാകേണ്ടത് നമ്മൾ നന്നായിട്ടാണ് മറ്റുള്ളവരെ നന്നാക്കാൻ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ വയൽ കേൾക്കുമ്പോൾ പള്ളിയിലെ ഉസ്താദന്മാരൊക്കെ പ്രസംഗിക്കുന്ന പോലെ കള്ളുകുടിയും ഉസ്താദന്മാര് വയൽ പറയുമ്പോൾ വെള്ളിയാഴ്ച ജുമാ പ്രസംഗത്തിനൊരു പരിധിയുണ്ട്. പക്ഷേ വയലെന്ന് പറഞ്ഞാൽ അങ്ങനല്ല. കള്ളുകുടിയും പെണ്ണുപിടിയും വ്യഭിചാരവും പലിശയും സിനിമ കാണലും ഒളിച്ചോട്ടം ഇതൊക്കെ ഇങ്ങനെ പറയും. അത് വയലിന്റെ ഒരു ശൈലിയാ. പക്ഷെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കല്ല, ഇയാൾ എന്തേടാ, ഞങ്ങളൊക്കെ മോശക്കാര്, ഞങ്ങളെ നന്നാക്കാൻ വന്ന ആള് ഇതാരോ ഇപ്പൊ തെറ്റിദ്ധരിച്ചിട്ട് വയൽ പറയാം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ സഹോദരിമാരോട് ആദ്യമായിട്ട് ഞാൻ പറയാം, നിങ്ങൾ ആരെയും നന്നാക്കാനല്ല ഞാൻ വയൽ പറയണത്. നിങ്ങൾ ആരെയും നന്നാക്കാനല്ല ഞാൻ വയൽ പറയണത്. ഞാൻ വയൽ പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. ഒരാമയും പറ മനുഷ്യന്മാരെ, രക്ഷപ്പെട്ടു പോട്ടെ. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ വസ്ത്രം കഴുകുമ്പോൾ ആദ്യം വെളുക്കുന്നത് കഴുകുന്നവന്റെ കൈയാണോ വസ്ത്രമാണോ? എന്താ വെളുക്ക? കളക്ക മരക്കള കഴുകിയിട്ടില്ല. ഒരു മനുഷ്യൻ വസ്ത്രം കഴുകുമ്പോൾ ആദ്യം വെളുക്കണ എന്താ? കഴുകുന്നവന്റെ കൈ, ഇല്ലേ? അപ്പൊ ഞാൻ വാഴ്ന്നു പറയണത് എന്റെ ഹൃദയം വെളുക്കാൻ അള്ളാഹു വെളുപ്പിച്ചു തരുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വെളുപ്പിക്കണമെന്ന് തോന്നിയാ കൂടെ അത്രേ ഉള്ളൂ. തോന്നിയാ ചെയ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിത ചരിത്രം മക്ക നബിദിനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമ്മളോട് എപ്പോഴും പറയാറുണ്ട്, പെണ്ണുങ്ങളൊക്കെ എപ്പോഴും പറയാറുണ്ട്, മരണവേദനയുടെ വേദനയെന്നൊന്നാണ് ഞാൻ എൻ്റെ മക്കളെ പ്രസവിച്ചത്. എല്ലാവരും പറയാറുണ്ട്, മാതാപിതാക്കൾ പറയാറുണ്ട്, ഉമ്മ പറയാറുണ്ട്, മരണവേദനയുടെ വേദനയെന്നൊന്നാണ് തൻ്റെ മക്കളെ പ്രസവിച്ചത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മഹാനായ ഒരു കവി പറഞ്ഞ ഒരു ബൈത്ത് കൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. എന്തേ കവി പറഞ്ഞത്? അന്തല്ലദീ വലദതു ഉമ്മുക ബാഖിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ في حال موتك لاحقا مسرورا. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മ എപ്പോഴും നമ്മളോട് പറയാറുണ്ട്, മരണവേദനയുടെ വേദനയും എന്താണ് പൊന്നുമോനെ ഞാൻ നിന്നെ പ്രസവിച്ചതെന്ന് നമ്മുടെ ഉമ്മ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, ഉമ്മ വല്ലാതെ വേദനകൾ സഹിച്ചിട്ടാണ് നമ്മളെ പ്രസവിച്ചത്. പക്ഷേ എത്ര വേദന സഹിച്ച ഉമ്മയാണെങ്കിലും അല്ലാഹുവേ, തന്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഉമ്മയുടെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാ. എന്റെ പ്രിയമുള്ളവരെ, പ്രസവിച്ച കുഞ്ഞിനെ എത്ര വേദന സഹിച്ച് കരഞ്ഞുകൊണ്ട് പ്രസവിച്ച തള്ളയാണെങ്കിലും തന്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് നമ്മുടെ ഉമ്മ നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ്.
അല്ലാഹുവേ, ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിൽ കരഞ്ഞു ദുആ ചെയ്തുകൊണ്ട് നടന്ന നമ്മുടെ പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ, വാപ്പയും പടച്ചവനെ നേഴ്സ് കൊണ്ട് വന്നിട്ട് ഇതാണ് നിങ്ങളുടെ പൊന്നുമകൻ, നിങ്ങളുടെ പൊന്നുമോള്. വാപ്പയുടെ മുന്നിലേക്ക് കുഞ്ഞിനെ കൊണ്ട് കാണിക്കുമ്പോഴും വാപ്പയും നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ്. അല്ലാഹുവേ, നമ്മുടെ ഉമ്മയും വാപ്പയും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ച സമയത്ത് നമ്മൾ കരയുകയായിരുന്നു. നമ്മൾ കരഞ്ഞ സമയത്ത് പെറ്റ തള്ള പോലും നമ്മളോട് കരുണ കാണിച്ചില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഉമ്മ നമുക്ക് പാല് തരുമ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഉമ്മ പാല് തന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വാസി വേണം പൊന്നുമോരെ, നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് നീ പകരം വീട്ടണം. എങ്ങനെ പകരം വീട്ടണമെന്നറിയുമോ? വജ്ഹദിൽ ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. പൊന്നുമോനെ, വെള്ളത്തുണിയിൽ പുതച്ച് നിന്റെ വീടിനകത്ത് നിന്റെ മയ്യത്ത് കിടത്തുന്ന ദിവസമുണ്ടല്ലോ, അന്ന് വാപ്പ കരയും പൊന്നുമോനെ, നിന്റെ ഉമ്മ കരയും പൊന്നുമോനെ, നിന്റെ കൂടപ്പിറപ്പ് കരയും പൊന്നുമോനെ. എല്ലാവരും നിന്റെ മയ്യത്തിന്റെ ചാരത്ത് നിന്ന് പൊട്ടിക്കരയുമ്പോ ആ കരയുന്നവരുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണേ എന്ന് മഹാന്മാരായ മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എന്റെ പ്രിയമുള്ളവരെ, തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് തബൂക്ക് യുദ്ധം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് മടങ്ങി വരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ മടങ്ങി വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ജിബ്രീൽ എന്ന മലക്ക് ഇറങ്ങി വന്നിട്ട് പരിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങളിൽ അല്ലാഹുവേ ഒരു അധ്യായം ഓതി കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്ക് കടന്നു വന്നിട്ട് പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് അങ്ങോട്ട് ഓതി കൊടുത്തിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണ് നിറയുകയാണ്. റസൂലുള്ളാഹിയുടെ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ താരതാരയായി ഒലിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ സൂറത്തായിരുന്നു പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്നതിനുള്ള ഒന്നാമത്തെ അടയാളം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്ന് എന്റെ പ്രിയമുള്ളവരെ അറിയുന്ന ഒന്നാമത്തെ അടയാളം ഈ സൂറത്തായിരുന്നു. ജിബ്രീൽ വന്നിട്ട് ഓതിക്കൊടുക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, നബിയേ തയ്യാറെടുക്ക്, നബിയേ തയ്യാറെടുത്തോ, നബിയേ അല്ലാഹുവിലേക്ക് അടുക്ക്, നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് ഓതിക്കൊടുക്കുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ പറയുന്നു, നബിയേ അല്ലാഹുവിലേക്ക് ഇബാദത്തുകൾ അധികരിപ്പിച്ചു കൊണ്ടടുക്കു, നബിയേ അല്ലാഹുവിലേക്ക് അടുക്ക്, നബിയേ. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കു, നബിയേ. അങ്ങക്ക് പോകാൻ സമയമായി. ഇസ്ലാമിലേക്ക് ജനങ്ങൾ മുഴുവനും അതാ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ ദൗത്യം പൂർത്തീകരിക്കാൻ സമയമായി, നബിയേ. അതുകൊണ്ട് ഇബാദത്തുകൾ അധികരിപ്പിക്കു, നബിയേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അതാ ജിബ്രീൽ പറയുന്നു, നബിയേ ഇസ്തിഗ്ഫാർ അധികമായിട്ട് പറ, നബിയേ.
എന്റെ പ്രിയമുള്ളവര്, അള്ളാഹുവിന്റെ പ്രവാചകർ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂലുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകന് പാതിരാത്രി തന്റെ വീടിനകത്തിരുന്ന് നിസ്കരിക്കുകയാണ്. കാല് നീര് കെട്ടുന്ന രീതിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നിസ്കരിക്കുന്നത് കാണുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയേ ഇതുപോലെ കഷ്ടപ്പെടുന്നത്? അങ്ങയുടെ പാപമെല്ലാം അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ, അങ്ങയാണല്ലോ സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നത്, പിന്നെ എന്തിനാ നബിയേ ഇതുപോലെ കഷ്ടപ്പെട്ട് കിടന്ന് നിസ്കരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകന് എല്ലാ റമളാൻ മാസത്തിലും ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കടന്നു വരാറുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകന് ജിബ്രീലിനെ ഓതി കേൾപ്പിക്കാറുണ്ട്. അള്ളാഹുവിന്റെ റസൂലുണ്ടല്ലോ, ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം കടന്നു വന്ന റമളാൻ, ആ റമളാനിൽ 2 പ്രാവശ്യമാണ് അള്ളാഹുവിന്റെ റസൂല് ജിബ്രീൽ അലൈഹിസ്സലാമിന് ഖുർആൻ ഓതി കേൾപ്പിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസമുണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂല് അതാ ബിലാല് തങ്ങളെ അടുത്തേക്ക് വിളിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ബിലാലേ, ബിലാലേ, എനിക്ക് ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട് ബിലാൽ. അതുകൊണ്ട് ആരെങ്കിലും ഹജ്ജിന് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തയ്യാറെടുക്കാ പറ ബിലാല്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ മുഴുവനും ചെന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് ഹജ്ജിന് പോവുകയാണ്. പോകേണ്ടവരൊക്കെ തയ്യാറെടുക്കാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, 9 ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ട്, 9 ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹുവിന്റെ റസൂല് 9 ഭാര്യമാരെയും വിളിക്കുകയാണ്. 9 ഭാര്യമാരെയും അള്ളാഹുവിന്റെ പ്രവാചകനെ വിളിക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എല്ലാവരും തയ്യാറെടുത്തു, എല്ലാവരും ഹജ്ജിന് പോകാൻ തയ്യാറെടുത്തു. എന്റെ പ്രിയമുള്ളവരെ, ഹജ്ജിനും ഉംറയ്ക്കും പോകേണ്ടത് ഒറ്റയ്ക്കല്ല, കറങ്ങാൻ പോകേണ്ടത് ഒറ്റയ്ക്കല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിത ചരിത്രം എടുത്തു നോക്ക്. അള്ളാഹുവിന്റെ റസൂല് എത്ര വലിയ കഠിനമായ യുദ്ധത്തിന് പോയാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ഭാര്യയെങ്കിലും കൂടെ കൊണ്ടുപോകുമായിരുന്നു. ഹജ്ജിനും ഉംറയ്ക്കും പോകേണ്ടത് ഒറ്റയ്ക്കല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂല് ഹജ്ജിന് പോകാൻ സമയത്ത് 9 ഭാര്യമുണ്ടായിരുന്നു. 9 പേരെയും അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുപോയി. എന്റെ പ്രിയമുള്ളവരെ, കറങ്ങാൻ പോകുമ്പോ ഒറ്റയ്ക്കല്ല പോകേണ്ടത്. നമ്മളൊക്കെ അങ്ങനല്ലല്ലോ, എവിടെ പോയാലും ഒറ്റയ്ക്കാ പോകുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് എത്ര വലിയ കഠിനമായ യുദ്ധത്തിന് പോയാലും ഒരു ഭാര്യയെങ്കിലും കൂടെ കൊണ്ടുപോകുമായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പഠിച്ചോ, കറങ്ങാൻ പോകുമ്പോ ഒറ്റയ്ക്കല്ല പോകേണ്ടത്, നിന്റെ പെണ്ണിനെ കൊണ്ടുപോകണം, നിന്റെ ഭാര്യയെ കൊണ്ടുപോകണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യമാരെ കൂടെ കൊണ്ടുപോകണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 9 ഭാര്യമാരോടും തയ്യാറെടുക്കാൻ പറഞ്ഞു. അള്ളാഹു നമുക്ക് ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോ ഒറ്റയ്ക്ക് പോകരുത്, തന്റെ ഭാര്യയും കൊണ്ടുപോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അടുത്ത് കോഴിക്കോട് ഭാഗത്ത് ഇവിടെ ഉള്ളൊരു ചെറുപ്പക്കാരൻ, നല്ല പൈസയൊക്കെ ഉണ്ട്. നിങ്ങൾ ചിരിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഭാര്യയെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോ നിങ്ങളിൽ പലരും ചിരിക്കുന്നു. ആ ചിരിയുടെ അർത്ഥം എനിക്കറിയാം. കോഴിക്കോട് ഭാഗത്തുള്ളൊരു ചെറുപ്പക്കാരൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഉസ്താദ്, ഈ വർഷം എൻ്റെ ഭാര്യ ഹജ്ജിന് പോകുന്നുണ്ട്, ഉസ്താദ് ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ പോകുന്നില്ലേ? ഞാൻ അടുത്ത വർഷം പോകാം ഉസ്താദ്, ഞാൻ അടുത്ത വർഷം. ഈ മനുഷ്യന് നല്ല ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് പോകൂടെ? ഇല്ല, ഞാൻ അടുത്ത വർഷം പോകും. അപ്പൊ ഇങ്ങനെ ഇയാൾ ഒഴിഞ്ഞു മാറണുണ്ടപ്പോ എനിക്ക് തോന്നി എന്താണെന്ന് അറിയണമല്ലോ. കാരണം ഞാൻ പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ആ മനുഷ്യൻ പറഞ്ഞു, ഉസ്താദ്, ഈ ഹജ്ജ് എന്നൊക്കെ പറയണത് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യാൻ കിട്ടുന്ന ഒരു ഭാഗ്യല്ലേ?
ഹജ്ജ് എന്നൊക്കെ പറയുന്നത് ഫറലായത് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യാൻ കിട്ടുന്ന ഒരു ഭാഗ്യം. ഇവിടെ തന്നെ സഹിക്കാൻ വയ്യ, ഇവളെയും കൊണ്ട് ഇനി മക്കത്ത് പോയി അവിടെ പോയി കിടന്ന് അടി ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് ഓളി പ്രാവശ്യം പോയി ചെയ്തിട്ട് പറ്റ ഞാൻ അടുത്ത വർഷം പോകാം. അല്ലാഹു അഅലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹജ്ജ് ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഭാര്യമാരെയും കൂടെ കൊണ്ടുപോകണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് എല്ലാവരും ഒടുങ്ങാൻ പറഞ്ഞു. അങ്ങനെ അവസാനം എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ യാത്ര തുടങ്ങി. 11 ദിവസത്തോളം യാത്ര ചെയ്തു. അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തും യാത്ര ചെയ്തു, മക്കത്ത് വന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു വാക്കു പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനെ മുഴുവനും വിളിച്ചിട്ട് പറഞ്ഞു, സഹാബ, എല്ലാവരും ഇൽമുകൾ, അറിവുകൾ, എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്, അമലുകൾ മുഴുവനും നല്ലതുപോലെ നോക്കി പഠിച്ചുകൊള്ളണം. അടുത്ത വർഷം ചിലപ്പോൾ ഇത് പഠിപ്പിക്കാൻ ഞാൻ ഉണ്ടാകണമെന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ സ്വഹാബ, എല്ലാവരും നല്ലതുപോലെ അമലുകൾ നോക്കി പഠിക്കണേ. അടുത്ത വർഷം ഇത് പറഞ്ഞു തരാൻ ഞാൻ ഉണ്ടാകണമെന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് കണ്ണെടുക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭൂമുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഉമറേ, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്തിനാ നീ ഇങ്ങനെ നോക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കിയ സഹാബി മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ വഫാത്ത് അടുത്തോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന് ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ കുതിരയുടെ മുകളിൽ ഇരുന്ന് കൊണ്ട് അമലുകൾ മുഴുവനും കാണിച്ചു കൊടുക്കുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഹജ്ജിന്റെ അമലുകളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാ. അവസാനം അറഫാ മൈതാനയിൽ ലക്ഷക്കണക്കിന് സഹാബാക്കളെ സാക്ഷി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പ്രസംഗം നടത്തുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് എല്ലാവരോടും അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പ്രസംഗം നടത്തി. പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തോതുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് ഓതി കൊടുക്കുമ്പോ ഇസ്ലാം പരിപൂർണമായിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. സഹാബാക്കൾ മുഴുവനും തുള്ളിച്ചാടുകയാണ്. അറഫാ മൈതാനയിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവേ, അവരെല്ലാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത പരിശുദ്ധമായ ദീൻ അത് പരിപൂർണമായെന്ന് പ്രവാചകന് പറയേണ്ട താമസം. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരയുകയാണ്. അവിടെയും മനസ്സിലായി, അബൂബക്കറിനും മനസ്സിലായി, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്ന് മഹാനായ അബൂബക്കർ തങ്ങൾക്കും മനസ്സിലായി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, എന്തിനാ അബൂബക്കറെ കരയുന്നത്? എന്റെ പ്രിയമുള്ളവരെ, അബൂബക്കർ തങ്ങൾ പറയുകയാണ്, ഇനിയൊരു പ്രവാചകന്റെ ആവശ്യമില്ല. ഇസ്ലാം പരിപൂർണമായി ഇനിയൊരു പ്രവാചകന്റെ ആവശ്യമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്നതിന്റെ അടയാളമാണ് ഉമർ. രണ്ടുപേരും ഇരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് ഈ കരയുന്ന രണ്ട് സഹാബാക്കളുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് ചിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന് ചിരിക്കുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുന്നത് കണ്ടപ്പോ അവിടെന്ന് ചോദിക്കുന്നു, നബിയേ,
യാ റസൂലല്ലാഹ്, എന്തിനാ നബിയെ ചിരിക്കുന്നത്? എന്തിനാ നബിയെ ചിരിക്കുന്നത്? അള്ളാന്റെ റസൂല് പറയുകയാണ്, അറഫ മൈതാനയിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചവന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞിട്ട് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കരഞ്ഞുകൊണ്ട് കിടക്കുന്ന എന്റെ അടിമകളെ കണ്ടിട്ട് ശൈത്താന് തലയിൽ തുണിയിട്ടിരുന്ന് കരയുന്നത് കണ്ടിട്ട് ചിരിച്ചതാ സഹാബ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം ഹജ്ജ് കഴിഞ്ഞിട്ട് മടങ്ങി വരികയാ. അള്ളാഹുവിന്റെ പ്രവാചകന് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്നു. സഫർ മാസം കടന്നു വന്നു. അള്ളാഹുവിന്റെ പ്രവാചകന് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുകയാ. അള്ളാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, ബദരീങ്ങളെ കബറടക്കിയ അള്ളാന്റെ റസൂൽ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ സഹാബത്തിനെ കബറടക്കിയ സ്ഥലത്തേക്ക് കടന്നു ചൊല്ലുകയാണ്. അള്ളാന്റെ റസൂൽ ഓരോ കബറിന്റെ ചാരത്ത് പോയി സലാം പറയുകയാ. ജീവിച്ചിരിക്കുന്നവരോട് സലാം പറയുന്നത് പോലെ അള്ളാഹുവിന്റെ പ്രവാചകന് ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായ സഹാബാക്കളുണ്ടല്ലോ, എല്ലാവരുടെ കബറിന്റെ ചാരത്ത് ചെന്ന് സലാം പറയുകയാ. പ്രവാചകന് മടങ്ങി വന്നു. അള്ളാന്റെ റസൂൽ അവസാനം, എന്റെ പ്രിയമുള്ളവരെ, സഫർ അവസാനമായപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് ജന്നത്തുൽ ബഖീലേക്ക് കടന്നു ചെല്ലുകയാ. അള്ളാഹുവേ, അള്ളാന്റെ റസൂലിന്റെ കുടുംബക്കാരുണ്ടല്ലോ, ഒരുപാട് സഹാബത്തുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ എല്ലാവരോടും യാത്ര പറയുകയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ പ്രിയമുള്ളവരെ വീട്ടിലേക്ക് കടന്നു വരികയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ രോഗം പിടിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, 18 വയസ്സാണ് പ്രായം. 18 വയസ്സാണ് പ്രായം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തലയിൽ പിടിച്ചിങ്ങനെ കൈകൊണ്ട് അമർത്തിയിട്ട് പറയുന്നു, നബിയേ, വല്ലാത്ത തലവേദനയാ നബിയേ, തല പൊട്ടുന്നു നബിയേ, ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നുന്നു നബിയേ. അള്ളാന്റെ റസൂല് ചിരിച്ചുകൊണ്ട് പറയുന്നു, ആയിഷ, നീ മരിച്ചു പോയാ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും ആയിഷ, നിന്നെ ഞാൻ കഫം പൊതിയും ആയിഷ, നിനക്ക് വേണ്ടി എന്റെ കൈ കൊണ്ട് ഞാൻ കബർ കുടിക്കും ആയിഷ, എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ നിന്നെ കബറടക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോ പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവര്, അള്ളാന്റെ റസൂൽ ആയിഷ ബീവിയെ സമാധാനിപ്പിക്കുകയാ. ആയിഷ ബീവി ഇത് പറയുന്നത് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, ഞാൻ അങ്ങനെയൊന്നും മരിക്കില്ല നബിയേ, ഞാൻ മരിച്ചാ മറ്റുള്ള ഭാര്യമാരുടെ കൂടെ പോകാനല്ലേ. അള്ളാന്റെ റസൂല് പുഞ്ചിരിക്കുകയാ. അള്ളാഹുവേ, നമസ്കാരം കഴിഞ്ഞ് അള്ളാന്റെ റസൂല് വൈകിട്ട് വീട്ടിലേക്ക് കയറി വരികയാണ്. ആ സമയത്ത് അള്ളാന്റെ റസൂല് ആയിഷയോട് പറയുന്നു, ആയിഷ, വല്ലാതെ തലവേദനിക്കുന്നു ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലവേദന എടുക്കുന്നു എന്ന് പറയുമ്പോ പ്രവാചകനെ ഇങ്ങനെ മടിയിൽ പിടിച്ച് കിടത്തിയിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ തല ഇങ്ങനെ തടകി കൊടുക്കുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് ചോദിക്കുന്നു, ആയിഷ, ഞാനെങ്ങാണം മരിച്ചുപോയാൽ നീ എന്തു ചെയ്യും ആയിഷ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ ഏറ്റവും വയസ്സ് കുറഞ്ഞ ഭാര്യ, മനസ്സുകൊണ്ട് തയ്യാറെടുക്കാറ് അള്ളാന്റെ റസൂല് ചുമ്മാതെയൊന്ന് ചോദിച്ചു, ആയിഷ, ഞാനെങ്ങാണമങ്ങ് മരിച്ചു പോയാ നീ എന്തു ചെയ്യും ആയിഷ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വായി ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ല നബിയേ, തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ല നബിയേ, എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല നബിയേ, പിന്നെ ആയിഷയില്ല നബിയേ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകന് രോഗം തുടങ്ങുകയാണ്. അള്ളാന്റെ റസൂലിന് ഷഹീദിന്റെ കൂലിയാ, അള്ളാഹുവിന്റെ പ്രവാചകന് ഷഹീദിന്റെ
കൂലിയാ. എന്റെ പ്രിയമുള്ളവരെ, യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുമ്പോ ഒരു യഹൂദിയായ പെണ്ണുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകന് ഭക്ഷണം കൊടുക്കുകയാണ്. അള്ളാന്റെ റസൂലിനും സഹാബത്തിനും ആടിന്റെ കുറകല്ലിനകത്ത് അതാ ഇറച്ചി വിശത്തിൽ മുക്കിയിട്ട് അത് പൊരിച്ചു കൊണ്ടുവന്ന് പ്രവാചകന്റെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുകയാ. അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ള ഇറച്ചിയാണ്. പ്രവാചകൻ ആ വിഷമെടുത്ത് കഴിക്കുകയാണ്. ആ ഇറച്ചിയെടുത്ത് കഴിച്ച് ഒരൽപ്പം അള്ളാന്റെ റസൂലിന്റെ വയറ്റിനുള്ളിലേക്ക് കടന്നു ചെന്നപ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, സഹാബാ, ആരും ഭക്ഷിക്കല്ലേ സഹാബാ, ഇതിനകത്ത് വിഷം കലർത്തിയിട്ടുണ്ട് സഹാബാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന് രോഗം വരാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം ഇതായിരുന്നു. പ്രവാചകന് പനി പിടിക്കുകയാണ്, ശരീരം വല്ലാതെ വേദനിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് രോഗം പിടിച്ച് കിടക്കുകയാ, എഴുന്നേക്കാൻ കഴിയുന്നില്ല. അള്ളാന്റെ റസൂലിന് എഴുന്നേക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രോഗം പിടിച്ച് കിടക്കുകയാണ്. ഒരു ദിവസം ബിലാൽ തങ്ങളെ ബാങ്ക് വിളിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ കവാടത്തിൽ വന്നിട്ട് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, നമസ്കരിക്കാ സമയമായി നബിയേ, ഇഖാമത്ത് കൊടുക്കാ സമയമായി നബിയേ. സഹാബത്ത് മുഴുവനും വന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ നമസ്കരിക്കാൻ വേണ്ടി വിളിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ബിലാലേ, അകത്തേക്ക് വിളിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകനെ വീടിനകത്തേക്ക് വിളിച്ചിട്ട് അവിടുന്ന് പറയുന്നു, ബിലാൽ, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ ബിലാൽ. ബിലാൽ റളിയല്ലാഹു തആല കണ്ണ് നിറയുകയാണ്. പടച്ചവരെ, പള്ളി വീടിനകത്ത് നിന്നിറങ്ങുമ്പോൾ ബിലാൽ കരയുകയാ. ബിലാൽ റളിയല്ലാഹു തആല പൊട്ടിക്കരയുകയാണ്. സഹാബത്ത് ചോദിച്ചു, എന്തേ ബിലാലേ, അല്ലാഹുവിന്റെ പ്രവാചകനെ നമസ്കരിക്കാൻ വരാൻ കഴിയുന്നില്ല, പ്രവാചകൻ എഴുന്നേക്കാൻ കഴിയുന്നില്ല, അബൂബക്കർ തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവര്, സഹാബത്ത് മുഴുവനും പള്ളിക്കകത്ത് കിടന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ, എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ, യാ റസൂലല്ലാഹ്, അങ്ങ് നിസ്കരിക്കാൻ പോകില്ലെന്ന് ബിലാല് പറഞ്ഞപ്പോ സഹാബത്ത് കരയുന്ന ശബ്ദമാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് രണ്ട് കൈയും ഉയർത്തിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, അല്ലാഹ്, എനിക്കൽപ്പമൊന്ന് ആഫിയത്ത് തരുവോ അല്ലാഹ്, എനിക്കൊന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് തരുവോ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവരെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല മറ്റൊരു സഹാബിയെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് രണ്ട് കൈയുമെടുത്ത് സഹാബത്തിന്റെ തോളിൽ വെച്ചിട്ട് വീടിനകത്ത് നിന്ന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ഇറങ്ങുകയാ. പ്രവാചകന്റെ കാല് രണ്ടും ഇങ്ങനെ തറയിൽ കിടന്ന് വലിയുകയാണ്. നടക്കാൻ കഴിയുന്നില്ല. കാലിങ്ങനെ തറയിൽ കിടന്ന് ഒരച്ചൊരച്ചുകൊണ്ട് അള്ളാന്റെ റസൂല് പള്ളിക്കകത്തേക്ക് കടന്നു വന്നു. എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരം കഴിഞ്ഞു. അള്ളാന്റെ റസൂല് തന്റെ സഹാബത്തിനോട് അവിടെന്ന് പറയുന്നു, സഹാബാ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. അല്ലാഹുവിന്റെ പ്രവാചകന് അവസാനമായി തന്റെ സഹാബത്തിനോട് ഒരു പ്രസംഗം നടത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സഹാബത്തിനോടൊരു പ്രസംഗം നടത്തുകയാ. എന്നിട്ട് ചോദിക്കുന്നു, സഹാബാ, 23 വർഷക്കാലം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചു. ആരുടെയെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ സഹാബാ.
അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് പൊരുത്തം ചോദിക്കുകയാ. എന്റെ പ്രിയമുള്ളവര്, പ്രവാചകന് സഹാബത്തിനോട് എല്ലാവരോടും പൊരുത്തം ചോദിച്ചു. എല്ലാവരും നിറകണ്ണുകളോട് ഇരുന്ന് കരയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് വീടിനകത്തേക്ക് കടന്നു ചെന്നു. എന്റെ പ്രിയമുള്ളവര്, റബീഉൽ അവ്വൽ 11-ാം തീയതി കടന്നു വരികയാ. അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥ എന്തെന്നറിയോ? വൈകുന്നേര സമയമായി വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്? എന്തേ വിളക്ക് കത്തിക്കാത്തത്? ആയിഷ ബീബി റളിയല്ലാഹു തആല മിണ്ടാതെ മാറി നിൽക്കുകയാ. കാരണം വീടിനകത്ത് വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ലായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന് വഫാത്താകുന്നതിന്റെ തലേ ദിവസം വിളക്കിലൊഴിക്കാനുള്ള എണ്ണയാ വീടിനകത്തില്ല. അള്ളാന്റെ റസൂലിനോട് പറഞ്ഞ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല മിണ്ടാതെ മാറി നിൽക്കുകയാ. കുറെ സമയം കഴിഞ്ഞു. വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു. അള്ളാന്റെ റസൂല് പിന്നെയും ചോദിക്കുന്നു, ആയിഷ വിളക്ക് കത്തിക്കാത്തതെന്തേ ആയിഷ? ആയിഷ ബീബി റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ല നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് മരിക്കുന്നതിന്റെ തലേ ദിവസം വിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണ പോലുമില്ലായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂല് പറയുന്നു, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എന്തിനാ പറഞ്ഞതെന്നറിയുമോ? എന്തിനാ പറഞ്ഞതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകര് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്നു പോകുമ്പോ അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥ അറിയുമോ? വയറ്റത്ത് കല്ല് വെച്ചിട്ട് പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അള്ളാന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, എന്തിനാ നബിയേ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് നടക്കുന്നത്? ഒന്ന് പറ നബിയേ. ഈ കാണുന്ന ഉഹദ് മല മുഴുവനും ഞാൻ സ്വർണമാക്കി തരാ നബിയേ. എവിടെ പോയാലും കൂടെ ഈ മല നടന്നു വരും നബിയേ. അള്ളാന്റെ റസൂല് പറയുന്നു, ജിബ്രീലേ, എനിക്ക് സമ്പത്ത് വേണ്ട ജിബ്രീല്. എനിക്ക് പാപപ്പെട്ടവനെ പോലെ ജീവിക്കണം. എനിക്ക് പാപപ്പെട്ടവനെ പോലെ ജീവിക്കണം. എനിക്ക് പാപപ്പെട്ടവനെ പോലെ മരിക്കണം. എനിക്ക് നാളെ പാവപ്പെട്ടവരുടെ കൂടെ ഒരുമിച്ച് കൂടണം. അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുക്കുമ്പോ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള മുസ്ലിമേ, അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരുന്നെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം പള്ളിയിലേക്ക് നടന്നു വരുമ്പോ വീടിനകത്ത് വല്ലാത്ത കരച്ചലാ. രണ്ട് കുഞ്ഞുങ്ങള് വീടിനകത്ത് കിടന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂല് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും വീടിനകത്ത് കിടന്ന് വല്ലാത്ത കരച്ചലാണ്. അള്ളാന്റെ റസൂല് തന്റെ പൊന്നുമോളോട് പറയുന്നു, മോളെ ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ. അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിട്ട് പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുകയാ. പക്ഷേ കരച്ചിലിങ്ങനെ കൂടുകയാണ്. രണ്ടാമതും വിളിച്ചു പറഞ്ഞു, മൂന്നാമതും വിളിച്ചു പറഞ്ഞു. എന്നിട്ടും തന്റെ കൊച്ചുമക്കളെ വീടിനകത്ത് കിടന്ന് കരയുന്ന ശബ്ദം കേട്ടപ്പോ കാരുണ്യത്തിന്റെ പ്രവാചകന് സഹിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ പ്രവാചകന് വീട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവിടുന്ന് തന്റെ പൊന്നുമകളോട് ചോദിക്കുന്നു, ഫാത്തിമ, ഇത്ര കരുണയില്ലാത്തവളായി പോയോ ഫാത്തിമ? ഈ രണ്ട് മക്കള് പട്ടിണി കിടന്ന് കരയുകയോ? നിനക്കൊന്ന് പാല് കൊടുത്തുകൂടെ? നിനക്കൊന്ന് പാല് കൊടുത്തുകൂടെ? അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമോളെ വഴക്ക് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. വാപ്പ വഴക്ക് പറയുന്നത് കേട്ടപ്പോ ഫാത്തിമ ബീബി ഇരുന്ന് കരയുകയാണ്. തേങ്ങി തേങ്ങി കരയുകയാണ്. ആ കരച്ചിൽ കണ്ടിട്ട് റസൂലുള്ളാഹിന്റെ ഹൃദയം പിടഞ്ഞു പോയി. തന്റെ പൊന്നുമോളുടെ ചാരത്ത് ചെന്നിട്ട് അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഫാത്തിമ, എന്തേ മോളെ ഈ മക്കൾക്ക് പാല് കൊടുക്കാത്തതെന്തേ പൊന്നുമോ?
പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായുപ്പാ, എന്റെ 2 മക്കള് വിശന്നിട്ട് പാലിന് വേണ്ടി കരഞ്ഞപ്പോ ഞാൻ എന്റെ മാറിടമെടുത്ത് എന്റെ മക്കളുടെ വായിൽ വെച്ച് കൊടുത്തു. അവര് പാല് ചുരത്തിയിട്ട് പാല് വരാതെ എന്റെ മാറിടത്തിലൂടെ പാലിന് പകരം രക്തം വരുന്നു നബിയേ. അള്ളാന്റെ റസൂലിനോട് തന്റെ പൊന്നുമോള് പറഞ്ഞു കൊടുക്കുകയാ, പാലിന് പകരം എന്റെ മാറിടത്തിലൂടെ രക്തം വരികയാണ്. റസൂലുള്ളാഹിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. 2 പിഞ്ഞുങ്ങൾ 2 പിഞ്ചുമക്കള് താഴെ കിടന്ന് കരയുകയോ, തന്റെ പൊന്നുമോള് മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുകയോ. അള്ളാന്റെ റസൂലിന്റെ താടിരോമം നനയുകയാണ്. പ്രവാചകന് വീടിനകത്ത് നിന്നിറങ്ങുകയോ, തലവൊന്നുയർത്തിയത് പോലുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകന് വീടിനകത്ത് നിന്നിറങ്ങി നടക്കാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ളവരെ, നടന്ന് ഒരുപാട് ദൂരം അങ്ങ് നടക്കുകയോ. അവസാനം ഒരു ഈന്തപ്പനത്തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. ഒരു അഅറാബിയായ മനുഷ്യന്റെ ഈന്തപ്പനത്തോട്ടപാട്. ആ അഅറാബിക്കറിയില്ല ഈ വരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നറിയില്ല. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, മനുഷ്യ എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? ആ മനുഷ്യൻ പറഞ്ഞു, ഈ കാടുന്ന ഈന്തപ്പന മരങ്ങളുണ്ടല്ലോ, ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് ഈ മരങ്ങൾ നനച്ചാ 3 കാരക്ക ഞാൻ കൂലി തരാ. അള്ളാന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായി. തൊട്ടിയം കയറമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ലോകത്തിന്റെ നേതാവ് വെള്ളം കോരുകയാ. എന്റെ പ്രിയമുള്ളവര്, വെള്ളം കോരിയിട്ട് ഈന്തപ്പന മരങ്ങളെ നനയ്ക്കുകയാണ്. 2ാമതും വെള്ളം കോരി, 3ാമതും വെള്ളം കോരി, 4ാമത് വെള്ളം കോരാ. തൊട്ടിയെടുത്ത് കിണറ്റിലേക്കിടുമ്പോ സുബ്ഹാനല്ലാഹ്, തൊട്ടിക്കിണറ്റിലേക്ക് വീണു പോവുകയാ. തൊട്ടിക്കിണറ്റിലേക്ക് വീണു പോവുകയാ. ആ അഅറാബി ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തിലേക്ക് അടിക്കുകയാ. അള്ളാന്റെ റസൂലൊന്നും മിണ്ടിയില്ല. താഴെ വീണുപോയ തൊട്ടിയെടുക്കുകയാണ്. കിണറ്റിലേക്ക് വീണുപോയ തൊട്ടിയെടുക്കുകയാ. അള്ളാന്റെ റസൂല് അവസാനം തൊട്ടിയെടുത്തിട്ട് അഅറാബിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ചോദിക്കുന്നു, മനുഷ്യ 3 തൊട്ടി വെള്ളം കോരിയല്ലോ, എന്റെ കൂലിയൊന്ന് തരുവോ, എന്റെ കൂലിയൊന്ന് തരുവോ? അഅറാബി 9 കാരക്കയെടുത്ത് അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാ. അള്ളാന്റെ റസൂല് പുഞ്ചിരിക്കുന്ന മുഖത്തോട് 9 കാരക്കയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. പ്രവാചകൻ ഓടിച്ചെന്നിട്ട് 2 മക്കളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അള്ളാന്റെ റസൂല് അതാ കാരക്ക പൊളിച്ച് തന്റെ മക്കളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാ. അവരാർത്തിയോടുകൂടി അതിങ്ങനെ കടിച്ചു കൊണ്ടിരിക്കുകയാണ്. മാറിടത്തിലൂടെ പാലൊരു പരം രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പൊന്നുമോളോട് അള്ളാന്റെ റസൂല് വിളിക്കുന്നു, ഫാത്തിമ. ഇന്നാ പൊന്നുമോള് കാരക്കയെടുത്ത് അള്ളാന്റെ റസൂല് കൊടുക്കുമ്പോ ഫാത്തിമ ബീവി നോക്കുമ്പോ വാപ്പയുടെ മുഖം ഇങ്ങനെ ചുമന്നു കിടക്കുകയാ. അള്ളാന്റെ റസൂലിനോട് ഫാത്തിമ ബീവി ചോദിക്കുന്നു, വാപ്പാ ആരാ നിങ്ങളെ തല്ലിയത്? അങ്ങയുടെ മുഖത്ത് പാട് കാണുന്നില്ല നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ വാപ്പ കൊടുത്ത കാരക്ക കയ്യിൽ വെച്ചിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, ഫാത്തിമ നോക്കൂ ഫാത്തിമ, നിന്റെ മക്കളുടെ സന്തോഷം കണ്ടോ ഫാത്തിമ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. അള്ളാന്റെ റസൂല് ഭാര്യമാരോടെല്ലാം പൊരുത്തം ചോദിക്കുകയാ. കൊച്ചുമക്കളോട്, തന്റെ മക്കളോട് എല്ലാവരോടും യാത്ര പറയുകയാണ്. അള്ളാഹുവേ, ആ സമയത്താണ് മഹ്ദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് ഓടി വരുന്നത്. റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് ഓടി വരികയോ.
തന്റെ പൊന്നുമോള് ഓടി വന്നിട്ട് വാപ്പാനെ കെട്ടിപ്പിടിച്ചിട്ടിരുന്ന് കരയുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകര് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചെവിയിലുണ്ടല്ലോ ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തീരേണ്ട താമസം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിനകത്തിരുന്ന് കരയുകയാണ്. തന്റെ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ രണ്ടാമതും അടുത്ത് വിളിച്ചിട്ടൊരു രഹസ്യം പറയുകയാ. പക്ഷേ ആ സമയത്ത് ഫാത്തിമ വല്ലാതെ ചിരിക്കുകയാണ്. ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വല്ലാതെ ചിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 12ാമത്തെ ദിവസം കടന്നു വന്നു. സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ ബാങ്ക് വിളിച്ചു. എല്ലാവരും പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ കൂടി. അല്ലാഹുവിന്റെ റസൂൽ അതാ കിടന്ന കിടപ്പിൽ കടന്നുകൊണ്ട് പറയുന്നു, ആയിഷ കർട്ടനൊന്നു മാറ്റ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കർട്ടൻ മാറ്റുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എല്ലാ സഹാബത്തിനെയും നോക്കുകയാണ്. എല്ലാവരുടെ നിസ്കാരവും നോക്കുകയാണ്. അവസാനം അത്തഹിയാത്തിൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞു, കർട്ടനെ തിരിച്ചിട ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, വഫാത്തിന്റെ ദിവസമുണ്ടല്ലോ റബീഉൽ അവ്വൽ 12 വീടിനകത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു സൈഡിൽ ഇരുന്ന് കരയുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു സൈഡിൽ ഇരുന്ന് കരയുകയോ. പ്രവാചകന് പെട്ടെന്ന് രോഗം കൂടിയിട്ട് റസൂലുള്ള തളർന്നു കിടക്കുകയാണ്. ആ സമയത്ത് വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുന്നു. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ, വാതിലൊന്ന് തുറക്കുമോ? ആരോ സലാം പറയുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വിളിച്ചു പറയുന്നു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, നിങ്ങൾ പോയിട്ട് പിന്നെയും വരുവോ? എന്റെ വാപ്പയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല. അല്ലാഹുവേ, കുറെ സമയം കഴിയുമ്പോ രണ്ടാമതും സലാം കേൾക്കുകയാണ്. അപ്പോഴും ഫാത്തിമ ബീവി ഇതുപോലെ വിളിച്ചു പറയുകയാ. മൂന്നാമതും വീടിന്റെ കവാടത്തിൽ അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. വാതിൽ തുറക്കുമോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഫാത്തിമ ആരാ ഫാത്തിമ, ആരാ ഫാത്തിമ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ വന്ന് നോക്കിയിട്ട് അവിടെന്ന് പറയുന്നു, വാപ്പാ കണ്ടിട്ട് പേടി തോന്നുന്നു ഉപ്പാ. ഈ മനുഷ്യനെ ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ല ഉപ്പാ. ഈ നാട്ടുകാരനല്ല ഉപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, വാതില് തുറക്കു ഫാത്തിമ, വാതില് തുറക്കു ഫാത്തിമ. ആരാ കടന്നു വന്നതെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റായീൽ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കാമെന്ന അസ്റായിലിനെ കണ്ടിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പോലും പേടിച്ചു പോവുകയാ. അസ്റായിൽ വീടിനകത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അസ്റായിലേ എന്നെ കാണാമെന്നതാണോ? എന്നെ കാണാമെന്നതാണോ? യാ റസൂലല്ലാഹ്, അങ്ങ് അനുവാദം തന്നാ റൂഹ് പിടിക്കാമെന്നതാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, അസ്റായിലേ എനിക്കൊരാളെ കാണണം അസ്റായിൽ, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം അസ്റായിൽ. എന്റെ പ്രിയമുള്ളവരെ, ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ എന്റെ ദുഃഖത്തിലും എന്റെ സന്തോഷത്തിലും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഈ അവസാനം ഞാൻ യാത്ര പോകുന്ന സമയത്ത് എന്തേ ജിബ്രീലേ നീ എന്നെ യാത്രയാക്കാൻ വരാത്തത്? ജിബ്രീൽ അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ ഈ കിടപ്പ് കാണാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ.
അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, എനിക്ക് സന്തോഷത്തോടെ മരിക്കണം ജിബ്രീല്, എനിക്ക് സമാധാനത്തോടെ മരിക്കണം ജിബ്രീല്, എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുമോ ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു നബിയേ. അങ്ങയുടെ സമുദായമുണ്ടല്ലോ, തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ്, തന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തുന്നതിന് 1 മിനിറ്റ് മുമ്പെങ്ങാട് ചെയ്തു പോയ പാവങ്ങൾ അല്ലാഹുവോട് ഏറ്റു പറഞ്ഞ അല്ലാഹു അവന് പുറത്തു കൊടുക്കും നബിയേ.